പാലാരൂപത സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പാലാരൂപതയുടെ ഔദ്യോഗിക സാമൂഹ്യ ക്ഷേമ ഡിപ്പാർട്ട്മെന്റാണ്. ഈ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ സാമൂഹികം, ഉപവിപ്രവർത്തനങ്ങൾ, ഫാർമേഴ്സിനെ ശക്തിപ്പെടുത്തൽ, അസംഘടിതരായ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നാനാവിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോന ഇടവകയുടെയും PSWS പാലായൺ രാമപുരം സോണിന്റെയും ആഭിമുഖ്യത്തിലാണ് ഈ ദിവസത്തിൽ ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ ഒരു കാർഷിക ഉത്സവം നടത്തുന്നത്. കാർഷിക മേള എന്ന നിലയിൽ ഇതിനെ നമ്മൾ കണക്കാക്കുന്നു. ഇതിൽ വിവിധങ്ങളായിട്ടുള്ള കർഷക യൂണിറ്റുകൾ അവരവരുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും വിൽക്കാനായിട്ടും അതുപോലെ തന്നെ പ്രദർശിപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും കാർഷിക വിഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ മറ്റ് മൃഗങ്ങളും അതുപോലുള്ളതും എല്ലാം നമ്മൾ ഈ ഒരു മേളയിലേക്ക് പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വിവിധ യൂണിറ്റുകളിൽ നിന്ന്, പ്രത്യേകിച്ച് PSWSന്റെ രൂപതയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള നിങ്ങൾ അവരവരുടേതായ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല രാമപുരം ഇടവകയിലെ വിവിധ സംഘടനകൾ, AKCC, പിതൃവേദി, മാതൃവേദി, അതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന SMYM, മറ്റ് വിഭാഗങ്ങളിൽ നിന്നും അവരവർക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് കർഷക പ്രസ്ഥാനം വളരെ സജീവമായിട്ട് ഈ കാർഷിക മേള നടത്തുന്നതിന് തയ്യാറായി എല്ലാ തരത്തിലും സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇടവകയുടെ എല്ലാവിധ പിന്തുണയും ഈ ഒരു കാര്യത്തിനുണ്ട്. നമ്മൾ രൂപത ഈ കാർഷിക മേഖലയിലൂടെ വലിയൊരു മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു. രൂപതയുടെ പൊതുസ്ഥലമായ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ സ്ഥലം രൂപതയുടെ സോഷ്യൽ സർവീസ് ഡെവലപ്മെന്റ്സിന് വേണ്ടി അച്ഛൻ്റെ കാര്യസ്ഥിതിയിൽ നമ്മളത് കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. അച്ഛനവിടെ അനേക കാര്യങ്ങൾ ചെയ്തു. ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. നിങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കത് അറിയാവുന്നതാണ്. കരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അച്ഛനിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കാണട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ടായി. ഇതുപോലുള്ള കർഷക മേളകള്, കാർഷിക മേളകള്, കർഷക സംഗമങ്ങള് ഒക്കെ നമുക്ക് വളരെ എഡ്യൂക്കേറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നിലനിൽപ്പിന്റെ ആധാരം തന്നെ കർഷകരാണ്. ഈ രാജ്യത്ത് മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാരാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ കർഷകരും കൃഷിയിടങ്ങളും കൂടിയേ ചെയ്യും. നമുക്ക് മറ്റ് തത്വങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്ഷ്യസുരക്ഷ പോലെ കർഷകരെയും പരിഗണിക്കേണ്ടതുണ്ട്.
ആദ്യമായിട്ടാണെങ്കിലും വലിയ നല്ല ഒരു പ്രൊഫഷണലായിട്ട് ആയിട്ടാണ് സംഗതി നടത്തിയിരിക്കുന്നത്. എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ വ്യക്തികളുടെ PSWSന്റെ ഭാരവാഹികളുണ്ട്. അറിയാവുന്ന പോലെ ബിനു റാണിമക്കലമടക്കം വൈദികരുണ്ട്. അവരെല്ലാം ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. എല്ലാ ആശംസകളും ഈ സന്ദർഭത്തിൽ നേർന്നുകൊള്ളുകയാണ്. നമുക്കറിയാം, മീനച്ചിൽ താലൂക്കിലെ ആളുകളാണ് ഏറ്റവും നല്ല കർഷകർ. ഇപ്പൊ കുടിയേറ്റ മേഖലയിലേക്ക് നമുക്ക് ഇടുക്കിയിലേക്ക് പോയാലും മലബാർ മേഖലയിലേക്ക് പോയാലും അവിടെയുള്ള കർഷകർ നമുക്ക് ഉപാധിരഹിത സർവ്വസ്വതന്ത്ര ഭൂമി അതായിരിക്കണം കർഷകരുടെ ഒരു അവകാശമായിട്ട് ഏത് കൃഷിയും ചെയ്യുവാനും. ഇപ്പൊ നെൽകൃഷിക്ക് മാറ്റി വേറെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുവാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ ഒരു കാർഷിക മേള നമ്മൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ PWDSന്റെ രാമപുരം സോണിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്നലെ ലാലമുണ്ടിയിൽ അവിടുത്തെ സോണിന്റെ ഉണ്ടായിരുന്നു. ഇന്ന് ഇങ്ങനെ സോണടിസ്ഥാനത്തിൽ ഇത്തരം കാർഷിക മേഖലകൾ നടത്തുമ്പോൾ കൂടുതൽ ആളുകളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുക, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കൃഷി കൂടുതൽ വ്യാപകമാക്കാൻ കഴിയും എന്നൊരു സത്യമാണ്. ഇതൊക്കെ ഒരുപാട് ഓർഡർ ഉള്ളതാണ്. നല്ല സാധനം എത്ര? ഇത് ഒരുപാട് പോകുന്ന സാധനം. ഇത് തൂങ്ങപ്പെട്ട രൂപമാണ്. ഇത് എത്ര രൂപയാ? വീഡിയോ വെക്കാതെ പറഞ്ഞു. ഇത് എവിടേക്കാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളിത് സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുകയാണോ? ഓൺലൈനായിട്ട് കൊടുക്കുകയല്ലായിരിക്കും, കൊണ്ടേ കൊടുക്കുക. ഓർഡർ അനുസരിച്ച് ബാംഗ്ലൂർക്ക് എങ്ങാണ്ടാണ് നമ്മൾ അയക്കുന്നത്. അല്ലാതെ ബാക്കിയൊക്കെ നമ്മളെല്ലാം കൊണ്ടു കൊടുക്കുകയും കടകളിലൊക്കെ നമ്മൾ നേരിട്ട് സപ്ലൈ ചെയ്യുക. ഇതെല്ലാം ചിരട്ട? എല്ലാം ചിരട്ട തെങ്ങിൻ്റെ തടി. നമ്മൾ എണ്ണ മാലയൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു യൂണിറ്റ് ഞങ്ങൾ 6 പേര് കൂടിയിട്ട് തുടങ്ങിയതാണ്. ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തി പോകുന്ന എല്ലാ മെഷീനറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ 5 പേര് കൂടിയിട്ട് ഒരാളതിനകത്ത് ഇതായി ബാക്കി 5 പേര് കൂടിയിട്ട് ഞങ്ങളിപ്പോൾ നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ
ഞങ്ങൾ പിന്നെ കപ്പ, ഏത്തയ്ക്ക അതൊക്കെ നമ്മൾ പിന്നെ ചിപ്സ് ആക്കി എടുക്കും. ആ പിന്നെ മിക്സറോ അങ്ങനെ ഉള്ള പലഹാരങ്ങളൊക്കെ സാറുകൾ. മാർക്കറ്റിംഗ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ട്. പിന്നെ ഞങ്ങൾ ഓർഡർ അനുസരിച്ചിട്ട് പറഞ്ഞോ. ചിപ്സ് വാഴയ്ക്ക ഏത്തക്കൊല മേടിച്ചിട്ട് സ്വന്തമായിട്ട് വറുക്കുന്നതാണ് മെഷീൻ വഴിയാണ്. പാമോയില്ല വെളിച്ചെണ്ണയിലാകുമ്പോൾ പെട്ടെന്ന് വെളിയിലോട്ട് പോകുന്നവരൊക്കെ ഞങ്ങൾ ഓർഡർ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് വേണമെന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾ വെളിച്ചെണ്ണയ്ക്കാന്ന് പറയും. പിന്നെ ചക്കയുടെ സീസണിൽ ചക്ക ഉണ്ടാക്കും. ഇത് പഴം ചിപ്സാണ്. പിന്നെ വീട് വഴിയൊക്കെ ഒത്തിരി ഓർഡർ ഞങ്ങൾ കൊടുക്കാറുണ്ട്. മേടിക്കാറുണ്ട്. ഇവരുടെ നല്ല സാധനങ്ങളാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ്. പല പ്രാവശ്യം മേടിച്ചെങ്കിലും ഒരിക്കലും സാധനങ്ങളൊന്നും ചീത്തയായിട്ടില്ല. അത് ധൈര്യമായിട്ട് ആർക്കും മേടിക്കാം. വലിയ വിലയുമില്ല. പള്ളിയുടെ മെസ്സേജ് ഗ്രൂപ്പിൻ്റെ കീഴിൽ ഇവർ 6 വനിതകൾ കൂടി നടത്തുന്നു. ഇങ്ങനെ മുളക് പൊടി ഉണക്കി പൊടിച്ച് മല്ലിപ്പൊടിയാണെങ്കിൽ മുളക് പൊടി, മഞ്ഞൾ നമ്മൾ സ്വന്തമായിട്ട് വറുത്ത കൃഷിയുണ്ട്. സ്വന്തമായിട്ട് പറിച്ചരിഞ്ഞ് ഉണക്കി ചേച്ചേട്ടാ പൈസ എന്തേ? ശാസ്ത്രീയ സംഘത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഫണ്ട് കിട്ടിയത് 5 വർഷത്തോളം 4 വർഷം. ഹൈബ്രിഡ് വിത്തുകളുണ്ട്. നാടൻ വിത്തുകളായ കാളക്കൊമ്പൻ, ആനക്കൊമ്പൻ വെണ്ട എന്ന് പറയുന്ന വിത്തുണ്ട്. 3 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ കറി വെക്കാൻ പറ്റുന്ന. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ദീപിക എന്ന് പറയുന്ന 1 മീറ്റർ നീളമുള്ള പയറുണ്ട്. പിന്നെ കിളിച്ചുണ്ട പയറുണ്ട്. ലോല എന്ന് പറയുന്ന പയറുണ്ട്. പിന്നെ ഉജ്ജല എന്ന് പറയുന്ന വിത്ത് മേലോട്ട് നിൽക്കുന്ന ഒരു ചീനിയാണ് ഉജ്ജല എന്ന് പറയുന്ന ചീനി, അതിൻ്റെ ഉണ്ട്. പിന്നെ ജ്വാലസഖി എന്ന് പറയുന്ന, പ്രീതി എന്ന് പറയുന്ന നാടൻ പാവൽ ഉണ്ട്. പിന്നെ തണ്ണിമത്തൻ്റെ ഹൈബ്രിഡ് വിത്തുകൾ ഉണ്ട്. പയറിൻ്റെ ഹൈബ്രിഡ് ഉണ്ട്. വെണ്ടയുടെ ആർക്കാനമിക എന്ന് പറയുന്ന ടേസ്റ്റുള്ള വെണ്ട ഉണ്ട്. പിന്നെ നമുക്കുള്ളത് പാവൽ, ചതുരപ്പയർ, പടവലം തുടങ്ങിയ വിത്തുകൾ കൊടുക്കുന്നുണ്ട്. ഈ വിത്ത് എന്ന് പറയുന്നത് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ പാലാ സാന്തോം ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി മുണ്ടുപാലത്തുള്ള അവിടെ 2 ഏക്കർ സ്ഥലത്ത് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാളക്കൊമ്പ വെണ്ട, പിന്നെ ഈ പയറിൻ്റെ വിത്ത് പയറുണ്ട്, അതെല്ലാം അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇപ്പം നട്ടുകൊണ്ടിരിക്കുന്ന സമയം മഴക്കാലത്ത് പോസ്റ്റ് അയച്ചായിരുന്നു. സാന്തോം ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ചെയർമാനാണ് സിബി. എൻ്റെ പേര് സിബി. ഞങ്ങൾ ആദ്യം അവിടെ ഒരു ഹൈടെക് നഴ്സറിയാണ് സ്റ്റാർട്ട് ചെയ്തത്. കേരള ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടു കൂടി. അത് ഒരു 200ഓളം വെറൈറ്റിയുള്ള ഫലവൃക്ഷ തൈകൾ, എക്സോട്ടിക് പ്ലാന്റ്സ്, വിദേശ സ്വദേശ ഫലവൃക്ഷ തൈകൾ നമ്മൾ നഴ്സറി.
റംബൂട്ടാൻ തന്നെയാണെങ്കിൽ ഏകദേശം 8ഓളം ഐറ്റം റംബൂട്ടാൻ്റെ തൈകൾ N18 ഉണ്ട്, KG10 ഉണ്ട്. പഴുത്ത് കഴിഞ്ഞാൽ N18 എന്ന് പറഞ്ഞാൽ 18 1 കിലോ, ഷെൽഫ് ലൈഫ് 8 ദിവസം ഉള്ളതാണ്. പിന്നെ KG10 10 പഴുത്ത് കഴിഞ്ഞാൽ വേനലെ പ്രതിരോധിക്കാൻ ശേഷി കൂടുതലുള്ളതാണ്. പിന്നെ സീസുണ്ട്. പിന്നെ പുള്ളം തെങ്ങും തൈകൾ എന്ന് പറഞ്ഞാൽ പഴയ കെവിളി തെങ്ങുണ്ട്, 18 പട്ടയുണ്ട്, സന്നഗി ഉണ്ട്, ഗംഗാമുണ്ട്, മലയൻ പച്ച, മലയൻ ഓറഞ്ച്, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഹൈബ്രിഡ് എന്ന് പറയുന്ന തെങ്ങിൻ തൈ ഉണ്ട്. പിന്നെ സങ്കരയിര തെങ്ങിൻ തൈ ആയിട്ടുള്ള D&T, അത് 2 തരത്തിൽപ്പെട്ടതുണ്ട്. പിന്നെ T&T ഉണ്ട്, കേരശ്രീ എന്ന് പറയുന്ന തെങ്ങിൻ്റെ തൈ ഉണ്ട്. 4 ടൈപ്പ് കവുങ്ങിന്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇന്റർമംഗള, ഇന്റർമോഗി, മംഗോസ്റ്റിന്റെ ഒക്കെ വർഗത്തിൽപ്പെട്ട തൈകൾ, ജാതി തൈകൾ പിന്നെ 944 612 69 25. പേര് സിബി കണിയാമ്പി, കമ്പനിയുടെ ചെയർമാനാണ്. ഇത് പ്രവർത്തിക്കുന്നത് പാലാ രൂപത സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ ആണ് കമ്പനി പ്രവർത്തിക്കുന്നത്. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിലാണ് കമ്പനി. ഡിസൈനുകളാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ തന്നെ പാലാ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലെ പ്രൊഡക്റ്റുകൾ നമ്മൾ അവിടെ തന്നെ അവരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അവരുടെ സാധനങ്ങൾ എടുത്ത് വിൽപ്പന നടത്തുന്ന സംരംഭമാണ് അഖിൽമ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹൈടെക് കോഴിക്കോട് വിതരണം വരാൻ 2 മാസം പിന്നെ അതുപോലെ തന്നെ ജൈവവളങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാട് കർഷകരുടെ കർഷകരുടെ ഈ കർഷകരുടെ സാധനങ്ങൾ പച്ചക്കറി, നാടൻ പച്ചക്കറികളെല്ലാം നമ്മൾ വിൽക്കുന്ന ഏരിയയാണ് എല്ലാ കാര്യങ്ങളും അല്ല ഞാൻ എത്തിയാണ്. നമുക്ക് അത്യാവശ്യം അതായത് കാശ് എല്ലാ ഐറ്റംസും തന്നെ നമ്മൾ കുറെ സംഘടനകളുണ്ട്. കപ്പയുടെ വയലൊക്കെ അവിടുത്തെ ഇടപെടൽ മഞ്ഞപ്പൊടികൾ എല്ലാം നമ്മൾ എടുത്ത് വിതരണം ഷോപ്പാണ് ചേർന്ന് സെന്റ് തോമസ് പ്രസിഡന്റ്. തൊട്ടടുത്ത് തന്നെ വേറെ നമ്മളെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പള്ളികളിലെല്ലാം ഈ ഒരു നമ്മൾ മിക്ക പള്ളികളിലെല്ലാം സൺഡേ ഞായറാഴ്ചകളിൽ അവിടെയുള്ള ലോകത്തിലുള്ള പച്ചക്കറികൾ അങ്ങനെ നമുക്ക് എല്ലാ പള്ളികളിലും ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഭക്ഷ്യക്കാരെക്കാൾ നാച്ചുറൽ സാധനങ്ങൾ നല്ലപോലെ കഴുകി ഏതാണെങ്കിൽ നമ്മുടെ തന്നെ കമ്പനിയാണ് പാലാ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഇവരുടെ ഒരു നാളെയെങ്കിൽ അതിന് ചേർത്തും നമ്മൾ തുടങ്ങും. പള്ളിയുടെ തന്നെ അടുത്തുള്ള ഏരിയകളിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോണ്ടാക്ട് നമ്പർ പറഞ്ഞു കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ 9074556724. ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിതരണങ്ങൾ നടത്തുന്നുണ്ട്. 2.5 മാസം കൊണ്ടൊന്നും കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണങ്ങളെല്ലാം നടത്തുന്നുണ്ട്. നാട് നമ്മൾ വരുന്നില്ല, അത് ബുക്ക് ചെയ്യുന്നതനുസരിച്ച് ഒരു 100 കൂടുതലൊക്കെ വരുന്നുണ്ട്. നമ്മൾ എത്തിച്ചു വരും. ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി എന്ന് പറഞ്ഞാൽ
സൊസൈറ്റി കുറവലങ്ങാട് സോണിന്റെ കാർഷികോത്സവവും അതുപോലെ തന്നെ വനിതാ ദിനവും വാർഷികവുമാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. നമ്മുടെ കാർഷികോത്സവം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സോണലിൽപ്പെട്ട വിവിധ ഇടവകകളില് ഓരോ അംഗങ്ങളും ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതുപോലെ കാർഷിക വിഭവങ്ങളും പ്രദർശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെയൊരു കാർഷിക മേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കർഷകരെയും കാർഷിക വിഭവങ്ങളും കൂടുതലായിട്ട് രൂപീകരിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരാശയം മുൻനിർത്തിയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം എന്നോണം നമ്മുടെ PSWs 17 സോണലുകളിലായിട്ട് ഇതുപോലെയുള്ള കാർഷിക മേളകളും അതുപോലെ വാർഷികളും വനിതാ ദിനങ്ങളും വിവിധമായ പരിപാടികളോടെ ഈ പ്രാവശ്യം ആഘോഷിച്ചു വരുന്നുണ്ട്. നമ്മള് സൊസൈറ്റിയോട് ചേർത്ത് നിന്നുകൊണ്ട് കുറവലങ്ങാട് സോൺ അതിന് നേതൃത്വം കൊടുക്കുകയാണ്. അതിന് നമ്മളോടൊപ്പം സോണിലെ മുഴുവൻ ഇടവകയിലെ ഡയറക്ടർമാരും ഭാരവാഹികളും എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അതിന് പ്രത്യേകം ഞങ്ങള് എല്ലാവരോടും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. മാതാപിതാക്കളെ, കുറവലങ്ങാട് പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കുറവലങ്ങാട് സ്കൂൾ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ വാർഷിക സംഘവും കാർഷിക ഉത്സവവും വല്ലതാചരണവും ഒക്കെ നടക്കുന്നതോടനുബന്ധിച്ച് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്, അതിന്റെ പരിശോധന, വിവിധ സ്റ്റാളുകളുടെ പ്രദർശനം, വിപണനമേള എല്ലാം ചേർന്ന് അനി പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കും. കാർഷിക മേഖല വളരെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കൃഷിക്കാർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലും കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കൈകോർക്കലും എല്ലാം ചേർത്തുകൊണ്ട് നമ്മുടെ ഈ കർമ്മ പരിപാടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എടുക്കുന്ന പ്രത്യേക താല്പര്യത്തെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട മുഹമ്മദ് ജോസ് MLA അവരുടെ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ PSWs വിഭാഗങ്ങളെ, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വേദിയിൽ നിൽക്കുക. വീട്ടിലേക്ക് മടങ്ങി വന്ന ഒരു അനുഭവമാണ്.
എന്നെ വളർത്തി വലുതാക്കിയ പ്രബലങ്ങാട്ട് വന്ന് പ്രബലങ്ങാടിന്റെ ശക്തി പ്രകടനത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കുന്നു എന്നത് വലിയ ദൈവാനുഗ്രഹമായിട്ട് വരുകയാണ്. ഇത് പ്രബലങ്ങാടിന്റെ ഒരു ഉത്സവ ദിനമാണ്. അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ശക്തി പ്രകടിപ്പിക്കുന്ന ദിവസമാണ്. കാർഷിക മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഈ പ്രദേശത്തെ നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി നമ്മുടെ വിളകൾ പ്രദർശിപ്പിക്കുകയും അതുപോലെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ശക്തി എന്താണ് എന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. കാർഷിക മേഖലയുടെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. മേഖലയിൽ മാത്രം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളുടെ വില നിർണ്ണയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നത് ഒരു കുറവാണ്. അതുതന്നെയാണ് കാർഷിക മേഖലയുടെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം. ഒരു കാലഘട്ടത്തില് വിലയുണ്ടായിരുന്ന ഒരു ഉൽപ്പന്നം നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അതിന് വില കുറയ്ക്കുകയാണ്. റബ്ബറിന്റെ സ്ഥിതിയൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ഇപ്പോൾ കൊക്കോയ്ക്കൊക്കെ വളരെയധികം വിലയുണ്ട്. പക്ഷെ ഇത് കണ്ടുകൊണ്ട് കർഷകര് വ്യാപകമായിട്ട് കൊക്കോ ഉൽപ്പാദിപ്പിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൊക്കോയുടെ വില താരതമ്യേന താഴേക്ക് പോരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ കൊക്കോയുടെ വില അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ താഴേക്ക് പോരാനായിട്ട് സാധ്യതയില്ല എന്നാണ് വിദഗ്ധര് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത്. ഞാനിരുന്ന ഒരു മീറ്റിംഗിൽ പറഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് ക്രിയാത്മകമായിട്ട് ചിന്തിച്ച് നടപ്പിലാക്കേണ്ട ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് വിലയില്ല എന്ന് പറഞ്ഞ് വിലപിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നമ്മുടെ തന്നെ അനുഭവം വെളിപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് കർഷകരായ നമ്മളെല്ലാവരും സംഘടിക്കുക എന്നത് തന്നെയാണ്. നമ്മൾ സംഘടിക്കുന്നത് പ്രതിഷേധ യോഗങ്ങൾ നടത്താനും അതല്ലെങ്കിൽ സമരം നടത്തുവാനും മാത്രമായിരിക്കരുത്. മറിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾക്ക്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ന്യായമായിട്ടുള്ള വില ലഭിക്കത്തക്ക വിധത്തിൽ നമ്മുടെ സംഘടനാ ശക്തി നമ്മൾ പ്രകടമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തില് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം നൽകത്തക്ക വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അതൊക്കെയും മനസ്സിലാക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ നമ്മുടെ മേഖലയിലേക്ക് കൊണ്ടുവരണം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് തന്നെയാണ് പറയുക. ഈ ഒരു മാസ കാലഘട്ടം കൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് പാലായില് കേന്ദ്രീകൃതമാക്കി നടത്തുന്ന FPOകളും അതുപോലെ മറ്റു കാര്യങ്ങളിലുമെല്ലാം ഗവൺമെന്റിന്റെ എത്രമാത്രം സബ്സിഡിയാണ് അല്ലെങ്കിൽ എത്രമാത്രം സപ്പോർട്ടാണ് കിട്ടുന്നത് എന്നതിന് ഞാൻ തന്നെ അനുഭവസ്ഥനാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒന്ന് മെനക്കെടണം, അറിവുള്ളവരോട് ചോദിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൃഷി എങ്ങനെ ആദായകരമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കുമെന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും. അതിന് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു കാലഘട്ടത്തില് വിലയുണ്ട്, പക്ഷെ വേറെ ഒരു കാലഘട്ടത്തിന് വിലയില്ലാത്ത ഉൽപ്പന്നങ്ങളുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനായിട്ടുള്ള വലിയ കോൾഡ് സ്റ്റോറേജുകൾ നമുക്ക് ആവശ്യമാണ്. പാലായിൽ അങ്ങനെയുള്ള ഒരു കോൾഡ് സ്റ്റോറേജ് കൊണ്ടുവരുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ബഹുമാനപ്പെട്ട MLA ഞങ്ങളോട് സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. 15 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു കോൾഡ് സ്റ്റോറേജ് കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ 50% സബ്സിഡിയായിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കും. അങ്ങനെയുള്ള ഒരു കോൾഡ് സ്റ്റോറേജ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സംഭരിച്ചു വെക്കുവാനായിട്ട് സാധിക്കും. ക്രമമായ വിധത്തിലുള്ള ഒരു വില അങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം കാർഡ്സിലെ ഒരു ആള് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. ഒരു കാലഘട്ടത്തില് ഉൽപ്പന്നം ഞാൻ മറന്നുപോയി, അതിന് വിപണിയിൽ 60 രൂപ വിലയുണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന കാർഡ്സ് നിങ്ങൾക്ക് എന്താണെന്നറിയാം, അവര് അതിന് 70 രൂപ വില ഇട്ടുകൊണ്ട് ആ സാധനം മേടിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും മറ്റു വ്യാപാരികൾക്കും 70 രൂപയോ അതല്ലെങ്കിൽ അതിനു മുകളിലേക്കോ വിലയിടേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെയാണ് നമ്മൾ വിപണികൾ കീഴടക്കുക, വിപണികൾ പിടിച്ചടക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ കൃഷിയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കാണുവാനായിട്ട് സാധിക്കും.
നമ്മൾ വിഷം കൂടിയ അതല്ലെങ്കിൽ ഇന്നിപ്പോ ഉടനെ തന്നെ ക്യാൻസറിന്റെ ബോധവൽക്കരണ ക്യാമ്പ് നടക്കുകയാണ്. ക്യാൻസറിന് പോലും കാരണമായി തീരുന്ന മാരകമായിട്ടുള്ള വിഷം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും അതല്ലെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന സാധനമൊക്കെ നമുക്ക് ചെറിയ തോതില് അതല്ലെങ്കിൽ ചെറിയ ചെലവില് നമ്മുടെ തന്നെ വീട്ടില് അതല്ലെങ്കിൽ നമ്മുടെ തന്നെ സംഘങ്ങളില് ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങള്, മൂല്യാധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ പാലാരൂപത സാന്തോം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നൊരു പേരില് ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു, മെഷീനറീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു 1-2 മാസത്തിനുള്ളിൽ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു ഫാക്ടറി ഉണ്ട് എങ്കിൽ, അതിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കോൾഡ് സ്റ്റോറേജ് ഉണ്ട് എങ്കിൽ നമുക്ക് ഓരോ വ്യക്തിക്ക് ഗ്യാരണ്ടി കൊടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ന്യായമായ വിലയിൽ എടുക്കുവാനായിട്ട് ഞങ്ങളുണ്ട് എന്ന്. സ്നേഹമുള്ളവരെ, PSWS ഇന്നത്തെ ലക്ഷ്യം അത് തന്നെയാണ്. കർഷകരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവർക്ക് ആദായകരമായിട്ടുള്ള വിധത്തിൽ സ്വീകരിക്കുക, അതുകൊണ്ട് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ വെറുതെ എയറിൽ നിന്ന് പറയുന്ന കാര്യങ്ങളായിട്ട് മാറാതെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരണമെങ്കിൽ നമ്മളെല്ലാവരും ശക്തരായിട്ട് ഒന്നിച്ചു നിൽക്കണം, നമ്മുടെ ശക്തി വെളിപ്പെടുത്തണം. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ കാർഷിക മേഖല അത് കൂടുതൽ വിജയകരമായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസത്തില് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു NPO കേന്ദ്രീകൃതമായിട്ട് 250 കർഷകരെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത് മാതൃകാ കർഷകരായിട്ട് അവർക്ക് വേണ്ട പരിശീലനമൊക്കെ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അത് നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് തന്നെയാണ് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ 250 കർഷകരുടെയും തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ കൃഷിയുടെ ചെലവ് കുറച്ച് ഉൽപാദനം കൂട്ടി എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പഠിപ്പിക്കും. അത് അവർക്ക് അതിനു വേണ്ട പരിശീലനം കൊടുക്കും, അവർക്ക് അതിനു വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകും. അതിന് മണ്ണ് പരിശോധനയുണ്ട്, അങ്ങനെ വിവിധ കാര്യങ്ങളുണ്ട്. 2 വർഷത്തെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിന് നമ്മുടെ PSWSനെ സമീപിച്ചു നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു 250 കർഷകരെ നമുക്ക് മോഡൽസ് ആയിട്ട് വെക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കർഷകർക്ക് നാളെ നമ്മുടെ മറ്റു കർഷകരോട് പറയുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് കൃഷി ലാഭകരമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് കൂടുതൽ ബൾക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. 5 ടൺ ഉണക്ക കാന്താരി ആവശ്യപ്പെടുന്നു. അത് കൊടുക്കാനായിട്ട് ആരെങ്കിലും തയ്യാറുണ്ടോ? മേടിക്കാൻ ആള് റെഡിയാണ്. എത്രയാന്ന് ഓർക്കണം, 5 ടൺ ഉണക്ക കാന്താരിയാണ്. അതൊരു എന്തോരം കൊണ്ട് നോക്കുന്നത് ഓർത്തേച്ചാൽ മതി. നമ്മൾ ഇവിടെ മുഴുവൻ കൃഷി ചെയ്താലും അത്രയൊന്നും ആകത്തില്ല. അതുപോലെ നമ്മുടെ സാധനങ്ങൾക്കൊക്കെ ഡിമാൻഡ് ഉണ്ട്. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലെങ്കിൽ അതിന് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ മറുനാടുകളിൽ നമുക്ക് വിപണി കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒത്തൊരുമിച്ച് നിൽക്കുക, നമുക്ക് സാധിക്കുന്ന സാധനങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ അല്പം കഷ്ടപ്പെട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ശേഖരിച്ചു വെക്കുക. അതുകൊണ്ട് മൂല്യാധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഈ ഒരു കാർഷിക മേളയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഇതിനു പിന്നിൽ കഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വ്യക്തികളെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഇത് നല്ല ഒരു വിജയമായിട്ട് തീരട്ടെ എന്നും ഇത് ഈ വർഷം കൊണ്ട് അവസാനിക്കാതെ വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തിയോടെ നമ്മുടെ ശക്തി പ്രകടമാക്കുന്ന ദിവസമായിട്ട് ഇത് മാറട്ടെ എന്നും മാത്രം ആശംസിക്കുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
എന്ന് പറഞ്ഞ പാലാരിന്ന് പാമ്പുലീസ കമ്പനിയാണ്. ഇത് PSWസിന്റെ PSWS നബാർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിന്റെ മെയിൻ സെന്റർ എന്ന് പറയുന്നത് പാലയും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ചെറുപ്പൂരിലാണ്. തേനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത്. തേൻ ഹണിക്കോള എന്ന് പറഞ്ഞു, അതുപോലെ തേനിന്റെ ബാഗ്സ് എന്ന് വെച്ചാൽ പെയിൻ ബാം ഉണ്ട്, അതുപോലെ ലിപ് ബാം, അതുപോലെ പൂട്ടിന് നമ്മുടെ പൂറ്റിയുടെ അവിടെ വരവര പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരമായിട്ടുള്ള ബാമുകളുണ്ട്, അതുപോലെ സ്കിൻ ക്രീം, അങ്ങനെ പല വെറൈറ്റി ഉൽപ്പന്നങ്ങളാണ് പാലാഹരിതത്തിന്റെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏകദേശം ഇപ്പം 300-ലധികം നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങളാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്ന സാധനം നമ്മൾ മാർക്കറ്റ് ചെയ്യണം പ്രധാനമായിട്ട്. അതുപോലെ ഭാവിയിൽ ഇതിൻ്റെ കുറച്ചും കൂടി മൂല്യമാണ്. പല വെറൈറ്റിയിലും തേനീച്ചി, അതുപോലെ മഞ്ഞളും ഹണികളും ചേർന്നുണ്ട്. അതുപോലെ നാരങ്ങ ലെമണേഡ് എന്ന് പറഞ്ഞ ഐറ്റം. അതുപോലെ നമ്മുടെ കാന്താരി, കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ല കാന്താരി തേങ്ങ ആണ് പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മില്ലറ്റ്സ് ഉണ്ട്, ചെറുധാന്യങ്ങൾ, അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന്. മില്ലറ്റ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു? മില്ലറ്റ്സ് പല രീതിയിലുള്ള പല ഐറ്റംസ് ഉണ്ട്, പല മില്ലറ്റ്സുകളുണ്ട്. അതിൻ്റെ എല്ലാം നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്നാൽ എല്ലാം നമുക്ക് കാണാനും പർച്ചേസ് ചെയ്യാനും എല്ലാം. അതുപോലെ അവിടെ ഷോപ്പിൽ മറ്റ് കർഷകദളങ്ങൾ, അതുപോലെ സംഘങ്ങളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ അവർക്ക് വിറ്റ് കൊടുക്കാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ ചെറുപ്പൂര് വളരെ നേരെ പുറകിലായിട്ടാണ് നമ്മുടെ ചർച്ച് കോംപ്ലക്സ് ഓഫീസ് പ്ലസ് ഔട്ട്ലെറ്റ് വരുന്നത്. എല്ലാവർക്കും അവിടെ എല്ലാം വെച്ച് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇത് നെല്ലിക്കുന്നത് വിറ്റാമിൻ സി ഒക്കെ 56 00 777 സ്റ്റാർട്ട് ചെയ്തു. വയനാട്ടിൽ കർഷക കൂട്ടായ്മയോടുകൂടി ഒരു സംരംഭം തുടങ്ങി. അവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ, തേങ്ങ വാങ്ങി കൊപ്രയാക്കി ഉണക്കി ശുദ്ധമായ വെളിച്ചെണ്ണ, അരിപ്പൊടി, ഗോതമ്പൊടി എല്ലാം കഴുകി ഉണങ്ങി കൊടുക്കും, മഞ്ഞൾപ്പൊടി എന്നുവേണ്ട എല്ലാവിധ ഭക്ഷ്യോത്പാദനങ്ങളും ഞങ്ങൾ കൃഷിക്കാരിൽ നിന്ന് സംഭരിക്കുകയും ബാക്കിയുള്ള പുറം സ്ഥലങ്ങളിൽ നിന്ന് സംഭരിച്ച് കൺസ്യൂമേഴ്സിന് നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ വാങ്ങി സപ്ലൈ ചെയ്യുന്നു. സംഘടിപ്പിക്കപ്പെടുന്ന ഒരു കാർഷിക മേളയാണ്. അത് കർഷകൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്ന് പറയാവുന്നത് അവരെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ മൂല്യവർദ്ധിതമാക്കി മാറ്റുക എന്നതാണ്. അത് റോ മെറ്റീരിയലായിട്ട് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന വിലയേക്കാൾ 3 മടങ്ങ് 4 മടങ്ങ് വില വർദ്ധിക്കാനായിട്ട് ഇടയാകുന്നു. ആ തരത്തിലാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അത് ഇവിടെ ഷോയായി കൊണ്ടുവന്നിരിക്കുന്നതും വാങ്ങിക്കുന്നതിന് ഒരവസരമുണ്ടാക്കുന്നതും. മായമില്ലാത്ത സാധനങ്ങൾ കൊടുക്കുക എന്നതാണ് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഏറ്റവും ഊന്നൽ കൊടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ നമ്മൾ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, വൻകിട കമ്പനികളുടെ സാധനങ്ങൾ പോലും മായവും വിഷവും ചേർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മായമില്ലാത്ത, വിഷമില്ലാത്ത ശുദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നതിന് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വഴി ധാരാളം സാധിച്ചിട്ടുണ്ട്. കർഷക ദളങ്ങൾ രൂപീതമായിട്ട് 1 വർഷമായുള്ളൂ. ഫെഡറേഷനായിട്ട് രൂപീതമായിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. 4 ദളങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫാദർ ജോസ് നെല്ലിക്കത്തരൂർ അച്ഛന്റെ നേതൃത്വത്തിൽ അച്ഛന് ഇതിന് പ്രത്യേക താല്പര്യം മുൻകൈ എടുത്തുകൊണ്ടാണ് അവിടുത്തെ കർഷകർ ഒന്നുചേർന്ന് ആദ്യം ഒരു ഫാർമേഴ്സ് സൊസൈറ്റി രൂപീകരിക്കുകയും അതിനുശേഷം വിപുലമായ ഒരു കർഷക യോഗം വെച്ച് കൂട്ടി പുരുഷന്മാരുടെ വനിതകളുടെ ഗ്രൂപ്പുകളുണ്ടാക്കി അതിനുശേഷം കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പൊ 4 ഗ്രൂപ്പാണ് പ്രസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് 4 ഗ്രൂപ്പിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഓരോരുത്തരും കൊണ്ടുവന്നിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഞങ്ങളുടെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ പ്രവർത്തനം
കൂടുതൽ വിഭജിക്കുന്നതിന് വേണ്ടി ഫാർമേഴ്സ് സൊസൈറ്റിയിലേക്ക് ഞങ്ങൾ സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്തെ കർഷക ഫെഡറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.